വ്യാഴാഴ്ച ഏതാണ്ട് 12 മണിയോടുകൂടിയാണ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോയത്. അന്ന് വൈകിട്ട് മുതൽ ഇന്നലെ രാത്രി വരെ ഭവനാങ്കണത്തിൽ യോഗങ്ങളുണ്ടായിരുന്നു കോട്ടയം സഭയുടെ ചുമതലയിൽ. അതിൽ ശനിയാഴ്ച രാത്രിയിൽ ബഹുമാനപ്പെട്ട വർഗീസ് കുര്യൻ സാറ് പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ല, അവിടെ വെച്ചല്ല, മോർച്ചറിയിൽ വെച്ചാണ്. മോർച്ചറിയിൽ വയ്ക്കുന്നതിന് മുൻപ് അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, കർത്താവെ, അവർ ചോദിക്കാതെ അവിടുന്ന് കൊടുത്ത ഈ മകളെ എന്ന് പറഞ്ഞു. പ്രാർത്ഥന കഴിഞ്ഞ് മകളുടെ ശരീരം മോർച്ചറിയിൽ വെച്ച് ഇറങ്ങിയപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു മാറ്റി നിർത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ചോദിക്കാതെ തന്നതല്ല, ചോദിച്ചു തന്നതാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ കുട്ടി ആണോ പെണ്ണോ എന്നറിയുന്നതിന് മുൻപ് എന്ന് വായിക്കുന്നുണ്ട്. ആ ഒരവസ്ഥയിൽ എൻ്റെ ഭാര്യ ഓമനയുടെ ഉദരത്തിൽ ആ മാംസപിണ്ഡം വന്നപ്പോൾ ഞങ്ങളൊന്നിച്ച് ദൈവത്തോട് വളരെ സ്നേഹത്തോടും ഹൃദയംഗമമായും പ്രാർത്ഥിച്ചു. കർത്താവേ, ഞങ്ങൾക്കൊരു മകനെ അവിടുന്ന് തന്നു, ഇനി ഞങ്ങൾക്ക് ഒരു മകളെ തരണം. വളരെ കൃത്യതയോടുകൂടെ തന്നെ ആ മകളെ ഞങ്ങൾക്ക് തന്നു. ഇപ്പോൾ ചോദിച്ചു വാങ്ങിയതാണ്. അപ്പോൾ അങ്ങനെ ചോദിച്ചു വാങ്ങിയപ്പോൾ ദാനമായിട്ടാണ് തന്നത്. ആ ദാനത്തെ തിരിച്ചെടുക്കാനുള്ള ഈ അധികാരം തന്നവനുണ്ടെന്നുള്ള കാഴ്ചപ്പാടാണ് ഞങ്ങൾക്ക് ഈ ധൈര്യമൊക്കെ നൽകുന്നത്. ഈ പ്രിയ മകളോടുള്ള ബന്ധത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഓർപ്പിച്ചു. ഞാനായിട്ട് ഈ സമയം കൂട്ടാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കെൻ്റെ മകളോടുള്ള ബന്ധത്തിൽ 4 കൂട്ടരോടാണ് നന്ദി പറയാനുള്ളത്. ഒന്നാമത് ദൈവത്തോടാണ്. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഇത്രയും തീക്ഷ്ണമായ അനുഭവത്തിലൂടെ പോകുമ്പോൾ എങ്ങനെ നിങ്ങൾക്ക് സന്തോഷമായിട്ടിരിക്കാൻ കഴിയുന്നു, അല്ലെങ്കിൽ എങ്ങനെ ഇങ്ങനെ പ്രാഗൽഭ്യത്തോടുകൂടെ പ്രസംഗിക്കാൻ കഴിയുന്നു? അപ്പോൾ ഞാൻ എല്ലാവരോടും പറയുന്ന മറുപടി കോട്ടയം സഭയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ മകളുടെ ഉടമസ്ഥൻ ഞാനല്ല, ഞാൻ കേവലം വളർത്തപ്പെന്നു മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഉടമസ്ഥൻ ദൈവമാണ്. 38 വർഷം മുൻപ് നീ ഇതിനെ വളർത്തിക്കോണമെന്ന് പറഞ്ഞ് ഞങ്ങളെ ഏൽപ്പിച്ചത്. മക്കളെ യഹോവ നൽകുന്ന ദാനമെന്നാണ് വായിക്കുന്നത്. അങ്ങനെ 38 വർഷം അതിനെ വളർത്താനും നോക്കാനും ഒക്കെ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. മറ്റൊന്ന്, കഷ്ടതയുടെ തീച്ചൂളയിലൂടെ കടന്നുപോയി ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക്, ബുദ്ധിമുട്ടിലേക്ക് മകൾ പോകാതെ വേണം. അവൾ സ്വാതന്ത്ര്യമായിട്ടിരിക്കുമ്പോൾ തന്നെ ദൈവം സ്വസ്ഥതയിലേക്ക് പ്രവേശിപ്പിച്ചു എന്നുള്ളതിന് ഞങ്ങളൊന്നിച്ച് ഞങ്ങളുടെ ദൈവത്തിന് നന്ദി പറയുകയാണ്. രണ്ടാമത് എനിക്ക് നന്ദി പറയാനുള്ളത്, എൻ്റെ 28ാമത്തെ വയസ്സിൽ 23 വയസ്സുള്ള ഒരു യുവതിയെ എനിക്ക് ഭാര്യയായിട്ട് കിട്ടി. എൻ്റെ കുടുംബം ഇങ്ങനെ പോകുന്നെങ്കിൽ അവളുടെ പ്രാർത്ഥനയും സമർപ്പണവുമാണ്. വളരെ നിഷ്ഠയോടുകൂടെ, ചിട്ടയോടുകൂടെ, കാര്യപ്രാപ്തിയോടുകൂടെ മക്കളെ വളർത്താനും അവരോട് കുടുംബ പ്രാർത്ഥനയിൽ സുവിശേഷം പറയാനും, അങ്ങനെ പ്രിയ മകൾ നിമിത്തമായിട്ട് കുഞ്ഞുങ്ങൾ 2 പേരും രക്ഷിക്കപ്പെടാനും ഇടവന്നു. ആ രക്ഷിക്കപ്പെട്ട മക്കളെ കരിന്തരുവിയിൽ ഒരു തോടുണ്ട്. ആ തോട്ടിൽ 2 മക്കളെയും ഈ അപ്പൻ സ്നാനപ്പെടുത്താനുള്ള അവസരവുമുണ്ടായി. മക്കളുടെ വിവാഹപ്രായം എത്തിയപ്പോൾ മകനും മകളും ഒരുപോലെ പറഞ്ഞ ഒരു വാചകമുണ്ട്,
അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ കല്യാണവും കൂടെ അപ്പൻ അങ്ങ് നടത്തി തരണം. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, പക്ഷേ അത് മോശമാണ്, അത് ശരിയാകുകയില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെ ഈ കുഞ്ഞുങ്ങളെ പത്യോപദേശത്തിൽ വളർത്തി ദൈവത്തിന് കൊള്ളാകുന്നവരാക്കി തീർത്ത എൻ്റെ ഭാര്യയായ സഹോദരി. മറ്റൊന്ന്, ഞങ്ങളൊക്കെ കടന്നുപോയ തീച്ചൂള് എന്ന് പറയുന്നത് ആർക്ക് പറഞ്ഞുകൂടാ. ഇന്ന് ഈ വെള്ളവസ്ത്രധാരികളായി ഒരുപക്ഷെ കാറിൽ കയറി നല്ല വീട്ടിൽ പാർത്തൊക്കെ ജീവിക്കുന്ന ഈ ഒരു ചാണ്ടപ്പിള്ളയെ നിങ്ങൾക്കറിയത്തുള്ളൂ. എന്നാൽ നടന്നു വന്ന വഴികൾ മനസ്സുകൊണ്ട് ഒരു സഞ്ചാരം പുറകോട്ട് നടത്തിയാൽ അത് ഇവിടെ വർണ്ണിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമാണ്. ആ ഒരവസ്ഥയിലൂടെ ജീവിക്കുമ്പോഴും ആരോടും ഒരു വാക്കുപോലും ഇല്ലായ്മയുടേത് പറയാതെ മക്കളെയൊക്കെ അച്ചടക്കത്തിൽ വളർത്തിയ എൻ്റെ ഭാര്യ. മറ്റൊന്നുകൂടെ പറയാം, ഈ കുഞ്ഞ് 14 വർഷം മുൻപ് രോഗിയായി. ഏതാണ്ട് ഒരു 10 വർഷമായി അതിന് ഡയാലിസിസ് ചെയ്യുന്നു. ഞാൻ എവിടെയെങ്കിലും വിളിക്കും, നമുക്കൊന്ന് യോഗത്തിന് പോകാം, ഒന്നിച്ചു പോകാം. ഇല്ല, മകളിന്ന് ഡയാലിസിസ് കഴിഞ്ഞ് വരുന്ന ദിവസമാണ്, അവളെ ഇട്ടേച്ച് ഞാൻ വരികയില്ല. പിറ്റേ ദിവസം ഞാൻ വിളിക്കുമ്പോൾ ഞാൻ പറയും, മകളുടെ ഡയാലിസിസ് കഴിഞ്ഞല്ലോ, അവൾ ഫ്രീ ആയല്ലോ. അല്ല, അവൾക്കതിൻ്റെ ക്ഷീണമുണ്ട്. അവൾക്ക് സമയാസമയത്ത് അവൾക്കിഷ്ടപ്പെട്ട ആഹാരം ആരെടുത്ത് കൊടുക്കും? അങ്ങനെ തനിക്ക് ലഭിക്കാവുന്ന യാത്രാ സൗകര്യങ്ങളൊക്കെ ദൈവനാമത്തിൽ ഈ മകൾക്ക് വേണ്ടി സമർപ്പിച്ച ഈ ഭാര്യയോട് ഞാനല്ലാതെ ആരാ ഈ സദസ്യത്തിൻ്റെ മധ്യേ നന്ദി പറയുന്നത്? മൂന്നാമത് എനിക്ക് നന്ദി പറയാനുള്ളത് എൻ്റെ മകനോടാണ്. ഞങ്ങൾ ഇവരുടെ രണ്ടുപേരുടെയും സ്നേഹവും പോക്കും കണ്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ വീടിനകത്തിരുന്ന് ചിരിച്ചുകൊണ്ട് പറയുന്നത് ഇങ്ങനെയാണ്: ദാ പോന്നു ബോബനും മോളി. എല്ലാ കാര്യത്തിനും ഞങ്ങളെ കളിപ്പിക്കുന്ന കാര്യത്തിലും അവരൊന്നിച്ച. എന്തെങ്കിലും ഒരു അപാകത ഞങ്ങളിൽ വന്നാൽ ഞങ്ങളെ കുറ്റം പറയുന്ന കാര്യത്തിലും അവരൊന്നിച്ച. ഇതുപോലെ പെങ്ങളെ ചേർത്ത് പിടിച്ച അനേക ഭവനങ്ങളിൽ ആ ഒരു ബന്ധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു പെങ്ങളെ ചേർത്ത് പിടിച്ച് കഴിവുള്ളിടത്തോളം എല്ലാ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും രാവിലെ ഉച്ചയ്ക്ക് ഈ മകളെ കൊണ്ടുപോകും, വൈകുന്നേരം 7:30 മകളെ തിരിച്ചു കൊണ്ടുവരും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഡയാലിസിസിൻ്റെ പ്രയാസം പ്രിയ മകൻ പറഞ്ഞു. എന്നാൽ ആ ഡയാലിസിസ് രോഗിയെ അവിടേക്ക് മാറ്റിയിട്ടല്ലേ പറഞ്ഞയച്ചിട്ട് ഒരു പുരുഷൻ അത്രയും മണിക്കൂറുകൾ ഒരു വണ്ടിയിൽ ഈ ചൂടുള്ള സമയത്ത് ഇരിക്കുക എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, ആരും മെനക്കെടും? അതുകൊണ്ട് സ്വന്തം പെങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ശരിയാ, പക്ഷേ ആ പെങ്ങളെന്നുള്ള അർത്ഥം മനസ്സിലാക്കി അവളെ ചേർത്ത് പിടിച്ച എൻ്റെ മകനോടുള്ള നന്ദി ഞാനിവിടെ അറിയിക്കുകയാണ്. മറ്റൊരു കാര്യം കൂടെ എനിക്ക് ഓർപ്പിക്കാനുള്ളത്, ഞങ്ങളുടെ കോട്ടയം സഭയാണ്. അധ്യക്ഷന്മാരാണ് 3 പേരും അവിടെ ഇരിക്കുന്നത്. വേറൊരാളും കൂടെ ഉണ്ട്. അദ്ദേഹം ആദ്യം പ്രാർത്ഥിച്ചിട്ട് മാറിയെന്ന് എനിക്ക് തോന്നുന്നു. പ്രാർത്ഥിച്ചിട്ടല്ല, സഭയ്ക്ക് വേണ്ടി പറഞ്ഞിട്ട്. ജിജി. നല്ല അധ്യക്ഷന്മാർ, സ്നേഹത്തോടുകൂടെ വിശ്വാസികളോട് ഇടപെടുകയും ശരിയല്ലായ്മ കണ്ടാൽ ശക്തമായി തർജ്ജനം ചെയ്യുകയും ചെയ്യുന്ന ആ ദൈവദാസന്മാർ. അവരുടെ നേതൃത്വത്തിൽ പോകുന്ന കോട്ടയം സഭ കഠിനമായി തന്നെ ഈ മകൾക്ക് വേണ്ടി മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ചതാണ്. ഞാൻ മനസ്സിലാക്കുന്നു, കോട്ടയം സഭയുടെ പരമാർത്ഥമായ പ്രാർത്ഥനയിൽ ലോകമെമ്പാടുമുള്ള ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ട് കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്നത് പോലെ ഇത്രയും വർഷം അവളിൽ കൃപ പെരുക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് കോട്ടയം സഭയുടെ അധ്യക്ഷന്മാരോടും ഇവിടെ വന്നിരിക്കുന്ന വിശുദ്ധന്മാരോടും ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. മറ്റൊരു നന്ദിയോട് എനിക്ക് പറയാനുള്ളത്, അതിന് വാക്കുകൾ പോരാ, 3 വാക്ക് കിട്ടിയില്ല.
എൻ്റെ മകൻ സുബനോടാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചേ, ചെറുപ്പക്കാരെല്ലാം ഇവിടെ ഇരിപ്പുണ്ടല്ലോ, ഭാര്യമാർ, ചെറുപ്പക്കാർ ഭാര്യമാർ. ഇതുപോലൊരു, എൻ്റെ ഭാഷയിൽ ഞാനൊന്ന് പറയട്ടെ സാറേ, ഈ ഉണക്കക്കൊള്ളിയെ നോക്കേണ്ട ഉത്തരവാദിത്വം ഈ പുള്ളിക്ക് തന്നെ. ഇങ്ങേരെവിടെ കഴിയുന്നത്? ഇങ്ങേര് അമേരിക്കയിലാണ് കഴിയുന്നത് ഇല്ലേ? സ്വാതന്ത്ര്യമായിട്ട് അദ്ദേഹത്തിന് ജീവിക്കരുത്. ഞാനിതിനാ പെണ്ണിനെ നോക്കുന്നത്? രോഗവും പിടിച്ച് കോലും കെട്ട് നിൽക്കുന്ന ഒന്നിനു വേണ്ടി അല്ല. ഇയാൾ വിശ്വസ്തനാണ് കേട്ടോ. അമേരിക്ക ഇയാളിൽ കയറിയിട്ടില്ല, ലോകവും കയറിയിട്ടില്ല. അത് കോട്ടയം സഭയെ അല്ല, എല്ലാവർക്കും അറിയാം. ഒരു വിശുദ്ധനായ ദൈവപുരുഷനാണ്, ഒരു ഭക്തനായ മനുഷ്യനാണ്. അതുകൊണ്ട് ഈ കുഞ്ഞിൻ്റെ മരണം വരെയും മോനെ നെഞ്ചോട് ഇദ്ദേഹം ഒരിക്കൽ പോലും എടിയെന്ന് വിളിച്ച് ഞാൻ കേട്ടിട്ടില്ല. ദേഷ്യം ഇല്ല പുള്ളി ദേഷ്യപ്പെടുന്ന ഞാൻ കണ്ടിട്ടുമില്ല. ഇത്രയും വലിയ ശരീരത്തിൽ ദേഷ്യം വേണ്ടുവോളം വരേണ്ടതാണ്, പക്ഷേ ദേഷ്യമില്ല ഈ പുള്ളിക്ക്. അദ്ദേഹം ആകെ മകളെ വിളിക്കുന്ന 2 വാക്ക് ഞങ്ങളൊക്കെ കേട്ടിരിക്കുന്നത്. ഒന്ന് കൊച്ച്, അല്ലെങ്കിൽ മോള്. ഈ 2 വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ എത്ര പേരങ്ങനെ ഉപയോഗിക്കും? ഓക്കെ, ഇതൊരു കല്യാണ പ്രസംഗമല്ലല്ലോ, അതുകൊണ്ട് അതങ്ങ് ഞാൻ വിടുകയാണ്. അങ്ങനെ ദൈവനാമത്തിൽ നിന്നോടുള്ള നന്ദിയും ഞാനിവിടെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ മോന് പോകാൻ കഴിയാത്ത അനേക സന്ദർഭങ്ങളുണ്ട്. അവന് ശുശ്രൂഷയുള്ളപ്പോൾ ഒരു മടിയും കൂടാതെ ഈ കുഞ്ഞിനെ ഡയാലിസിസിന് കൊണ്ടുവന്ന ചില വ്യക്തികളുണ്ട്. ഒന്ന് മാലത്തെ സാറിൻ്റെ മകൻ ജോർജ് കുട്ടി, അല്ലെങ്കിൽ ജോർജ് എബ്രഹാം. രണ്ടാമത് ഞങ്ങളുടെ സഭയിലുള്ള ജോൺ എന്ന് ഞങ്ങൾ ഒഫീഷ്യൽ നെയിമുള്ള ഞങ്ങൾ വിളിക്കുന്ന ബാവച്ചൻ. മൂന്നാമത് ഇപ്പോൾ അബുദാബിയിലായിരിക്കുന്ന ഞങ്ങളുടെ സഭയിൽ തന്നെ പെട്ട റോബി. നാലാമത് മറ്റൊരാളുണ്ടല്ലോ, റോണി, അദ്ദേഹത്തിൻ്റെ ആ റോബിയുടെ അനുജൻ റോണി. കൂടാതെ ഒരാളൂടെ ഉണ്ട്, അജേഷ് പോയിട്ടുണ്ട് പല പ്രാവശ്യം, അജേഷ് കൊണ്ടുപോയിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇനിയൊരു നന്ദി മകൾക്ക് വേണ്ടി പറയാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി അവരോടും ദൈവനാമത്തിലുള്ള നന്ദി ഞാനിവിടെ അറിയിക്കുന്നു. ലാസ്റ്റ് ഇപ്പോഴൊരു നന്ദി. 12:30 അവസാനിപ്പിച്ച് ഇവിടെ നിന്നെടുക്കുമെന്നുള്ള ആ ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു. 12:30 ഒരുപക്ഷെ 12:45 വന്നേക്കാം. പക്ഷേ ഇത്രയും നിങ്ങളെ താമസിപ്പിച്ചതിൽ നിങ്ങളോട് നന്ദി പറയുന്നതിനോടൊപ്പം ഞാൻ ദൈവനാമത്തിൽ ക്ഷമ ചോദിക്കുകയാണ്. ഇന്നത്തെ ഈ ഫംഗ്ഷൻ വളരെ മനോഹരമായി കോട്ടയം സഭയുടെ അധ്യക്ഷന്മാരിൽ ഒരുവനായ മാത്യു എബ്രഹാം അവറുകൾ നിർവഹിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും അദ്ദേഹത്തോടുള്ള നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. മറ്റൊന്ന്, ഇന്ന് വചന ശുശ്രൂഷ ബഹുമാനപ്പെട്ട ദൈവദാസന്മാരായ വർഗീസ് കുര്യൻ, അതുപോലെ സിറ്റി ജോണിക്കുട്ടി, കർത്താവിൻ്റെ ദാസൻ റോയ് മാത്യൂസ്, അവരോടുള്ള നന്ദി അറിയിക്കുന്നു. അനുസ്മരണം പറഞ്ഞ എല്ലാവർക്കായും ദൈവത്തെ സ്തുതിക്കുന്നു. മനോഹരമായ ഗാനങ്ങൾ പാടിയ ഈ ട്രൂപ്പ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. എനിക്കൊരു കാര്യം തോന്നി ബിനോയ്, ഈ ഗ്രൂപ്പാണ് നല്ലത്. ഈ ഒറ്റയ്ക്ക് മൈക്കെടുത്ത് പാടുന്നതിനേക്കാൾ ഒരു വലിയ പ്രസരിപ്പ്, ഒരു വലിയ ചൈതന്യം, ഒരു വലിയ ആർജവം ഒക്കെ ആ പാട്ടുകൊണ്ട് എനിക്ക് ഇവിടെ കിട്ടി. അതുകൊണ്ട് ആ ഗ്രൂപ്പിനോടും അവരുടെ പാട്ടിന് സഹായമായി ഓർക്കസ്ട്ര വായിച്ചു കൊടുത്ത സഹോദരങ്ങളോടുമുള്ള നന്ദി ഞാനിവിടെ അറിയിക്കുന്നു. മനോഹരമായ ഈ പുഷ്പങ്ങളൊക്കെ ക്രമീകരിച്ച് തന്നത് നമ്മുടെ ഒരു സഹോദരി ഫേബയാണ്. ഫേബ ഇവിടെ വന്നിട്ടുണ്ടോ എന്നറിഞ്ഞുകൂടാ. ഫേബയോടുള്ള നന്ദി അറിയിക്കുന്നു. സർവോപരി ഇവിടെ കയറി വന്നപ്പോൾ നിങ്ങൾക്കൊരു ബ്രോഷർ കിട്ടിയല്ലോ. എപ്പോഴെങ്കിലും ഏതെങ്കിലും മരണത്തിൽ ഇത്രയും പേജസുള്ള ഒരു ബ്രോഷർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഇത് ഒരുക്കിയെടുത്ത ആളാണ് ആദ്യത്തെ സമയം ക്രിസ്തുവ സന്ദേശം അറിയിച്ച എൻ്റെ ബഹുമാന്യ സഹോദരനും എൻ്റെ ഇളയ സഹോദരനും കൂട്ടുപടയാളിയുമായ സിറ്റി ജോണിക്കുട്ടി. അദ്ദേഹത്തിന് ദൈവം അതിനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തോടുള്ള നന്ദിയും ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുക. ഈ 4-5 ദിവസം ഞങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെ നടന്നു? ഞാൻ ഒരു പേഷ്യൻ്റാണ്.
എന്നെ കൊണ്ട് ഒരു കാര്യവും നടക്കുകയില്ല, മോനെ കൊണ്ട് മാത്രവും ഒരു കാര്യവും നടക്കുകയില്ല. ഞങ്ങളുടെ സഭയിൽ കുറേ ചെറുപ്പക്കാരും അതുപോലെ തന്നെ കൗമാരപ്രായക്കാരുമായ അവരുടെയൊക്കെ പേരെടുത്ത് പറയേണ്ടതാ. ഇന്നലെ രാത്രി ഇതിൽ ഒരെണ്ണം വീട്ടിൽ പോയില്ലെന്നുള്ളതാണ്. എല്ലാം ഉള്ളിടത്ത് വട്ടം കൂടി അവിടെ കിടന്നു നേരം വെളുപ്പിച്ചു. എൻ്റെ മക്കളോടൊക്കെ ഞാൻ നന്ദി പറയുകയാണ്. എല്ലാവർക്കും നന്ദി, പ്രായമുള്ളവർക്ക് നന്ദി, എൽഡേഴ്സിന് നന്ദി, ഡീക്കൻസിന് നന്ദി, യുവാക്കന്മാർക്ക് നന്ദി, എല്ലാ വീട്ടുകാർക്കും നന്ദി. ഇനി ഈ മകൾക്ക് വേണ്ടി ആരോടും നന്ദി പറയണ്ടല്ലോ. ഈ മനോഹരമായ വിധത്തിൽ ഇത് ലൈവ് ചെയ്യുന്നു നമ്മുടെ സഹോദരൻ വിനോദാണ് അല്ലേ? വിനോദിൻ്റെ അല്ലേ? അതെ, വിനോദിൻ്റെ കൂടെ ഫോട്ടോഗ്രാഫിയും ഒക്കെയുണ്ട്. ഡേവിഡ്, അവരോടുള്ള നന്ദി അറിയിക്കുന്നു. ഇതുപോലെ സൗണ്ട് ജോൺലിയും ജോസ്ലിയും ജോയലുമാണ് അത് ഭംഗിയായിട്ട് നിർവഹിച്ചത്. അതിനുള്ള നന്ദി അറിയിക്കും. ഈ മനോഹരമായ ഈ ഓഡിറ്റോറിയം എന്തെങ്കിലും ഇതുപോലുള്ള ആവശ്യം വന്നാൽ ഇവിടെ വരാം. വണ്ടിയുടെ ശബ്ദമില്ല, ഹോണടിയുടെ ശബ്ദമില്ല, പാടത്ത് നിന്നുള്ള മനോഹരമായ നല്ല മന്ദമാരുതൻ, വലിയ ചൂട് അനുഭവിക്കുകയല്ല. ഇത് തന്നത് IPCയുടെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശാഖയായ ഈ ബൈബിൾ തിയോളജിക്കൽ സെമിനാരിക്കാരാണ്. അത് ഞാൻ ചോദിച്ചപ്പോൾ ജോയി താന്നിവേലിയെ വിളിച്ചപ്പോൾ തന്നെ അദ്ദേഹം വളരെ സന്തോഷത്തോടെ അത് സമ്മതിച്ചു. ഇവിടെ എല്ലാ കാര്യങ്ങളും ഏർപ്പെടുത്തി. ഞങ്ങളിവിടെ വന്നപ്പോൾ ഞങ്ങളെ സ്വീകരിക്കാനും ഒക്കെ കാണിക്കാനും ഇവിടെ ആളുകളുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ജോയി സാറിനോടും അദ്ദേഹത്തോടുകൂടെ പ്രവർത്തിക്കുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ സകല ആളുകളോടും ഹൃദയംഗമമായ നന്ദി അറിയിക്കുന്നു. ഇനി ആർക്കെങ്കിലുമൊക്കെ ഉണ്ടോ എനിക്കറിഞ്ഞുകൂടാ. ഞങ്ങളുടെ സുനിലും ഞങ്ങളുടെ സിബിയും ഈ 2-3 ദിവസം ഞങ്ങളുടെ കൂടെ ആയിരുന്നു. അത് ഞങ്ങൾക്കൊരു വലിയ സന്തോഷമായി. കോശി സാറ് വിചാരിച്ചു അങ്ങോട്ട് ചെല്ലുമായിരിക്കുമെന്ന്, ഇല്ലേ? നമ്മുടെ മൈലപ്രായിലെ ജോസ് ബ്രദർ വിചാരിച്ചു ഇവർ രണ്ടും കൂടെ അങ്ങോട്ട് ചെല്ലുമെന്ന്. കുഞ്ഞുങ്ങൾ തീരുമാനിച്ചു ഞങ്ങളുടെ സഹോദരൻ്റെ കൂടെ 2 ദിവസം സ്ഥലമില്ലേലും ഇവിടെ വട്ടമിട്ട് കിടക്കാമെന്ന് വെച്ച്. അങ്ങനെ ആ കുഞ്ഞുങ്ങൾ ആ പരിമിതിയിൽ ഈ മകനോടുള്ള സ്നേഹത്തിലും ഞങ്ങളോടുള്ള സ്നേഹത്തിലും അതെന്തൊരു അധ്വാനം. ഇതൊക്കെ പിടിക്കുന്നത് അവരാണ്, അല്ലാതെ അവർ കൈ കഴുകി മാറിയിരിക്കുകയല്ല. ഇതൊക്കെ ഒന്ന് ചുമക്കണമെങ്കിൽ നമ്മുടെ സഹോദരന്മാരോട് കൂടെ അവരും സഹകരിച്ച് മക്കളെ കർത്താവ് നിങ്ങളെയും ധാരാളമായി കുടുംബങ്ങളായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഒടുവിലായി ഞങ്ങളെല്ലാവരും കൂടെ ഒരു പ്രാർത്ഥന. അല്ല, ഞങ്ങൾക്കൊരു മോളുണ്ട്, പറഞ്ഞില്ല, ഞങ്ങളുടെ റാണി മോള് വന്ന ദിവസം മുതൽ ഈ കാര്യത്തിന് വേണ്ടി ഈ കുഞ്ഞിനെ അമ്മയോട് പറഞ്ഞു മണവാട്ടിയെ വിടുന്നത് പോലെ എന്നെ വിടണമെന്ന് പറഞ്ഞു. ഞാൻ യേശുവിൻ്റെ മണവാട്ടിയാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞത് കറക്റ്റായിട്ട് ഈ മോള് വന്ന് എങ്ങനെ നോക്കിക്കേ, മണവാട്ടിക്കുള്ള ഡ്രസ്സ് മുഴുവൻ എടുത്ത് മണവാട്ടിയെ ഒരുക്കുന്നത് പോലെ മുന്നോട്ട് പോയത് ഈ മകളാണ്. അതിലും ദൈവത്തെ സ്തുതിക്കുന്നു. മകൾക്കറിയാം തൻ്റെ മരണം അടുത്തു എന്നുള്ളത്. അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം ഞങ്ങളുടെ ഒരു ഡീക്കൻസിൽ ഒരാളായ വർഗീസ് കുട്ടി ഒരു സന്ധ്യാസമയത്തെ ഈ ആഴ്ചത്തെ യോഗത്തിൽ പറഞ്ഞതുകൂടെ പറയാം. എല്ലാ മാസവും കൃത്യമായി മകള് ദശാംശം സഭയ്ക്ക് കൊടുക്കും. ഞങ്ങൾക്ക് അറിഞ്ഞുകൂടെ, വർഗീസ് കുട്ടി പറയുമ്പോഴാണ് മനസ്സിലാകുന്നത്. എല്ലാ മാസവും കൃത്യമായിട്ട് കൊടുക്കും. എല്ലാം ഒടുവിലാണ് കൊടുക്കുന്നത്. ഏതാണ്ട് ഒരു 28 അപ്പോഴത്തേക്കൊക്കെ ഈ പുള്ളി അയക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ തീരുകയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫെബ്രുവരിയിൽ കൊടുത്തപ്പോൾ ആ കൂട്ടത്തിൽ മാർച്ചിലെയും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് വർഗീസ് കുട്ടി ബ്രദറിനോട് പറഞ്ഞു, അച്ഛാ ഞാൻ മാർച്ചിലെയും കൂടെ ചേർത്ത് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്താ കളി? മാർച്ച് കുടിശ്ശിക വരാതെ എല്ലാം കൊടുത്തേച്ച് ഇവിടുന്ന് അങ്ങ് പോയില്ലേ. ഞങ്ങളുടെ മക്കളാരും വലിയ ആളുകളല്ല, പക്ഷേ ഈ അമ്മ നിമിത്തം ഞാൻ ഈ നാടോടിയായിട്ട് നടക്കുന്നതാണ്. ഈ അമ്മ നിമിത്തം ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ വീട്ടിൽ ജീവിക്കുന്നത് കൊണ്ട് ഈ കുഞ്ഞുങ്ങളെ ദൈവഭയത്തിലും ശിക്ഷണത്തിലും വളർത്തുവാൻ കഴിയുന്നു. അതിലെനിക്ക് അഭിമാനമുണ്ട്. ഞങ്ങളതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്, ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ മകൾക്ക്, അയ്യോ അതോടെ ഓരോന്ന് ഓർപ്പിക്കുമ്പോഴാണ്, ക്ഷമിക്കണം,
കുഞ്ഞിനൊരു ട്രാൻസ്പ്ലാന്റ് നടന്നു. അത് 2017 നടന്നത്. അപ്പോൾ അതിന് കിഡ്നി വേണമായിരുന്നു. ആ കിഡ്നി കൊടുത്തത് എൻ്റെ ഒരു പെങ്ങളേ ഉള്ളൂ, അനുജൻ ഇവിടെ പറഞ്ഞല്ലോ, ആ പെങ്ങളുടെ ഭർത്താവാണ് കൊടുത്തത്. അന്ന് അദ്ദേഹത്തിന് 58 വയസ്സേ ഉള്ളായിരുന്നു. ആ കിഡ്നിയാണ് ഉപയോഗിച്ചത്. ഇത് ഓപ്പറേഷൻ ചെയ്ത് വെച്ചയാളാണ് കഴിഞ്ഞിടെ ആത്മഹത്യ ചെയ്തത്. വലിയ ഡോക്ടറായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ഓർത്ത്, എൻ്റെ ദൈവമേ, എൻ്റെ കുഞ്ഞിൻ്റെ കിഡ്നി മാറ്റിവെച്ച ആളാണല്ലോ ഇദ്ദേഹമെന്ന്. ഞാൻ പറഞ്ഞത് ബാബുവിനോടും വളരെ നന്ദിയുണ്ട്, അതെപ്പോഴും നന്ദിയുണ്ട്. ഇനിയും ഈ ജനം പലരും പോയെങ്കിലും വീണ്ടും സാധാരണയുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നു. സഭാവിശ്വാസികൾ, ബന്ധുമിത്രാദികൾ, മകളോട് ബന്ധമുള്ളവർ, കൂട്ടുകാർ, അവരുടെ കുടുംബങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, വിദൂരതയിൽ നിന്നും സമീപത്തു നിന്നും വന്നു. എല്ലാവരോടുമുള്ള നന്ദി ഒരിക്കൽ കൂടെ അറിയിച്ചുകൊണ്ട്, ഇനി ആരെയെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ അത് സദയം ക്ഷമിക്കണം. പിന്നെ ഓരോന്ന് ഓർപ്പിക്കുക. വയസ്സനായി, വയസ്സ് കുറേയായി, വയസ്സ് പറയരുതെന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് പറയുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ മോളെ ഒരുക്കിയതും, അതുപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിൽ ഒന്നും ഞങ്ങൾ കുറവറിയാതെ ഭവനത്തിൽ വളരെ സഹായമായിരുന്ന ഒരു കുടുംബമുണ്ട്. അത് തുറന്നു പറയുന്നതിന് ബുദ്ധിമുട്ടില്ല. ജിജിയും ബിനിലുമാണ്. ആ കുടുംബത്തോടുമുള്ള നന്ദി ഞങ്ങളെ ഏൽപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ വർഗീസ് കുട്ടി, അതുപോലെ ജിജി, അയ്യോ അവരെ പറഞ്ഞില്ലേ കുഴപ്പം. ഞങ്ങളുടെ എബിയും ബിൻസി അവരുടെ കുഞ്ഞുങ്ങളാണ് ഞങ്ങളുടെ കൂടെ നിന്നത്. അവർക്കുള്ള നന്ദി വിശേഷാൽ അറിയിക്കുന്നു. ബാവച്ചൻ കൂടെ ഉണ്ടായിരുന്നു. എല്ലാ കഷ്ടത, അജേഷ്, ഇവരെല്ലാം വളരെ കഷ്ടപ്പെട്ടു. ജോർജ് ഊട്ടി പിന്നെ എൻ്റെ സന്തത സഹചാരിയാണ്. ഇവരെല്ലാം ഏർപ്പെട്ടു. എല്ലാവർക്കായും ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങൾ ഒരു പാട്ട്, പ്രത്യാശയുടെ ഒരു പാട്ട് എല്ലാവരും കൂടെ പാടാൻ പോവുകയാണ്. വന്നിടുമേ എന്ന് ആരംഭിക്കുന്ന ഒരു പാട്ടാണ് ഇത്. 2013 ഇല്ലയോ, 13 മറ്റോ ആണെന്ന് തോന്നുന്നു. ഇസ്രയേലിലൊന്ന് പോയപ്പോൾ അവിടുത്തെ സുവർണ വാതിൽ കണ്ടു. അപ്പോൾ ഗൈഡ് പറഞ്ഞു, ഇത് തുറക്കും, മശിഹ വരുമ്പോൾ ഇത് തുറക്കും. രാത്രിയിൽ ഒരു മുറിയിൽ ഞങ്ങൾ രണ്ടും കിടക്കുക. എല്ലാ കപ്പിൾസിനെയും അങ്ങനെ കിടത്തിയിരിക്കുന്നത്. ഞാൻ ഒരു ഉറക്കം കഴിഞ്ഞ് നോക്കുമ്പോൾ ഇയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അപ്പം ഞാൻ ചോദിച്ചത് എന്നാന്ന് ചോദിച്ചു. ഞാനൊരു പാട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. ആ പാട്ട് അദ്ദേഹം തന്നെ എഴുതി, അദ്ദേഹം തന്നെ ട്യൂൺ ചെയ്തു. അത് മൊത്തം പാടുന്നില്ല, അതിൻ്റെ 2 സ്റ്റാൻസ പാടി ഇത് ഞാൻ അവസാനിപ്പിക്കുക. വന്നിടുമേ എന്നേശുരാജൻ, ചേർത്തിടുമേ തൻ സ്വന്തം ജനത്തെ. വന്നിടുമേ എന്നേശുരാജൻ, ചേർത്തിടുമേ തൻ സ്വന്തം ജനത്തെ. പോയിടും ഞാൻ എൻ പ്രിയൻ കൂടെ, വസിച്ചിടും ഞാൻ എൻ സ്വന്തം വീട്ടിൽ. പോയിടും ഞാൻ എൻ പ്രിയൻ കൂടെ, വസിച്ചിടും ഞാൻ എൻ സ്വന്തം വീട്ടിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ. പോയിടും ഞാൻ എൻ പ്രിയൻ കൂടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. പോയിടും ഞാൻ എൻ പ്രിയൻ കൂടെ. സെലമിൽ വാതിലുകൾ ഉയർന്നിടുവാൻ സമയമായി. യെരൂശലേമിൽ വാതിലുകൾ ഉയർന്നിടുവാൻ സമയമായി. മഹത്വത്തിൻ രാജാവെഴുന്നള്ളാറായി തുറന്നു
മഹത്വത്തിൻ രാജാവേഴുന്നള്ളാറായി തുറന്നിടുമേ വാതിലുകൾ. ഹല്ലേലൂയ ഹല്ലേലൂയ പോയിടും ഞാൻ എൻ പ്രിയൻ കൂടെ. ഹല്ലേലൂയ ഹല്ലേലൂയ പോയിടും ആമേൻ ആമേൻ കൂടെ. സന്തോഷിക്കൂ സന്തോഷിക്കൂ ദേവമക്കൾ സന്തോഷിക്കൂ. നോടി നേരത്തെ കഷ്ടങ്ങളെല്ലാം തീർന്നങ്ങു ഞാൻ വിശ്രമിച്ചിടൂ. നോടി നേരത്തെ കഷ്ടങ്ങളെല്ലാം തീർന്നങ്ങു ഞാൻ വിശ്രമിച്ചിടൂ. ഹല്ലേലൂയ ഹല്ലേലൂയ പോയിടും ഞാൻ എൻ പ്രിയൻ കൂടെ. ഹല്ലേലൂയ ഹല്ലേലൂയ പോയിടും ഞാൻ എൻ പ്രിയൻ കൂടെ. ഞങ്ങളോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഒരു ഹല്ലേലൂയ കരമുയർത്തി പറയാമോ? ഹല്ലേലൂയ 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 ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ.